പ്രിയ പ്രേക്ഷകരെ, ഞാനേ കോവളം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കോവളത്തോട്ട് നടക്കുകയാണ്. നിങ്ങൾ പ്രേക്ഷകർ വിചാരിക്കും ഇതിൻ്റെ ഇടയിൽ എന്നെ കാണിക്കാത്തത് സെൽഫി എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ നടക്കട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് ഞാൻ ഒരു കാഴ്ച കാണിച്ചത്. ഇവിടെ മുമ്പൊരു നിറച്ച് പാറയുണ്ടായിരുന്നേ, അത് പൊട്ടിച്ചിട്ട് അത് കുളമായിട്ട് കിടപ്പുണ്ട്. ഇതേ ബോർഡ് കണ്ടോ, കോവളം ജംഗ്ഷനിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ബോർഡൊക്കെ കാണുന്നത് കണ്ടോ, കാട് പിടിച്ച് കിടപ്പുണ്ട്. നമ്മൾ ജംഗ്ഷനിലോട്ട് പോകണമെങ്കിലും ഇവിടെയൊന്നും മറ്റു കാര്യങ്ങൾ ചെയ്യില്ല. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാം കേട്ടോ. ഒരു സൈഡിൽ നമ്മൾ കോർപ്പറേഷൻ റെഡിയാക്കി വരുമ്പോൾ നാട്ടുകാർ തന്നെ പരമാവധി കൊണ്ടിട്ടിട്ടേ കോവളം ജംഗ്ഷൻ കോവളത്തോട്ട് പോകുന്നതിന് 1 കിലോമീറ്ററേ ഉള്ളൂ. ഈ ആൾക്കാർ തന്നെയാണ് നമ്മൾ കൂടുതലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നോളജഡ് അല്ല, നമ്മൾ വിദ്യാഭ്യാസമേ ഉള്ളൂ. എത്ര വൃത്തിയാക്കാൻ മെഷീനറി ഇറക്കിയാലും അവർ നമ്മൾ നാട്ടുകാർ തന്നെ കൊണ്ടുവന്ന് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് താണ്ടോ ഗ്ലാസ് അടക്കം കൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോയി എല്ലാം ഇവിടെ വലിച്ചെറി. ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വൃത്തിയാക്കണവർക്കൊക്കെ ഒരു പരിധിയില്ലേ? ഒരു സാധനം വലിച്ച് റോഡിൻ്റെ ചോറിൽ പ്രധാന ജംഗ്ഷനിൽ ഇങ്ങനെ വലിച്ചെറിയാതിരിക്കണം ഇത് വേണ്ടേ? അത് ബോർഡാണ് കേട്ടോ. ഞാനിത് നടക്കണ്ടേ, ഞാനിങ്ങനെ നിങ്ങളെ കൊണ്ടുപോകുന്ന എന്തിനെന്നറിയാമോ? ഇവിടെ മുൻപൊരു വലിയ പാറ ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ട് ഈ സൈഡ് ഈ സൈഡിൽ കൂടി അത് പൊട്ടിച്ചിട്ട് നിറച്ച് വെള്ളമായിട്ട് കിടപ്പുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകണം. അതുണ്ടോ അതോ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. ഇതാ കാറ് വരുന്നുണ്ടേ. അപ്പോൾ ഞാൻ ആ ജംഗ്ഷനിൽ കൂടെ നടക്കുമ്പോഴേ ഇതാ നോക്കിക്കേ, നിങ്ങൾക്ക് കാണാം കണ്ടോ, താഴോട്ട് നോക്കിക്കേ. ഈ കാണുന്നതൊക്കെ വലിയ പാറയായിരുന്നു, ഇവിടെ വലിയ മൗണ്ടൻസ് ആയിരുന്നേ എൻ്റെ കൊച്ചിലെ. ഭയങ്കര ഇതാ ഹൈറ്റ് നോക്കിക്കേ, കണ്ടോ, ആ ബോഡിയിൽ നിന്ന് താഴോട്ട് വരും ഹൈറ്റ് കണ്ടോ. ഈ ഹൈറ്റിൽ നിന്ന് ഇവിടെ ഭയങ്കര വലിയ മൗണ്ടൻസ് ആയിരുന്നു. ഇത് മുൻപ് പാറ പൊട്ടിച്ചെടുത്തിട്ട് ഇത് കണ്ടോ നിറച്ച് വെള്ളമായിട്ട് കിടപ്പുണ്ട്. ഞാനത് ഡീപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ അത് വാട്ടറായിട്ട് നിറച്ചിങ്ങനെ ഒരു കുളം, ഒരു പൂള് പോലെ കിടപ്പുണ്ട്. ഇത് ഇതിൻ്റെ ലെഫ്റ്റിലെ രസകരമായ ഒരു കാഴ്ചയാണ്. നല്ലൊരു വ്യൂവാണത്. അധികം ഇത് ഫോറിനേഴ്സൊക്കെ വന്ന് നോക്കാറുണ്ട്, ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ അപകടം മുൻപ് റെഗുലറായിട്ട് ഇവിടെ ചെറിയ അപകടങ്ങൾ നടക്കാറുള്ളതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് മുള്ളുവേലിയെ കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കോർപ്പറേഷൻ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ഒരു സൈഡ് വഴി നന്നാക്കി വരുമ്പോൾ നാട്ടിലുള്ള വിദ്യാസമ്പന്നരായ നമ്മൾ തന്നെ എന്ത് ചെയ്യും? ഒരു സൈഡിൽ കൊണ്ടുവന്ന് ചവറ് വിടും. അത് കറക്റ്റ് പ്രോപ്പർ ബാഗിലാക്കി അങ്ങ് അവർക്ക് കൊടുത്താൽ കൊണ്ടുപോകും. കാരണം പ്രൈവറ്റ് കമ്പനി ഏറ്റെടുത്തല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മളിവിടെ പരിസര മലിനീകരണം ഉണ്ടാവും. മുമ്പ് ഇതിൽ നിറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതിൽ ഇത്തിരി കുറവുണ്ട് കേട്ടോ. ഇടയ്ക്ക് വൃത്തിയാക്കിയെന്ന് തോന്നുന്നതാ, എങ്കിലും അതിൽ പ്ലാസ്റ്റിക് മാലിന്യം കിടപ്പുണ്ട് കണ്ടോ, നിറച്ച് മാലിന്യം കിടപ്പുണ്ട്. പക്ഷേ എങ്കിലും മുൻപ് ഇതിപ്പോൾ കുറവാണ് കേട്ടോ. ഞാൻ മുമ്പ് കാണുമ്പോൾ ഭയങ്കരമായിരുന്നു. അതൊക്കെ അപ്പോൾ കോർപ്പറേഷൻ ഇടയ്ക്ക് നീക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലതാണ്ടോ. ഇത് മൊത്തം മൗണ്ടനായിരുന്നേ. ആ കോളത്തോട്ട് നിങ്ങളെ ലെഫ്റ്റില്ല, പുറത്തുനിന്ന് പറഞ്ഞവർക്ക് ഇതൊരു മോശമില്ലാത്ത കാഴ്ചയായിരിക്കും കണ്ടോ. പാറ പൊട്ടിച്ചിട്ട് ആ മൗണ്ടൻ്റെ സൈഡ് നന്നായിട്ട് പിന്നെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് പൊട്ടിച്ചെടുത്തിട്ടേ അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം കണ്ടോ. ക്ലോസ് ചെയ്യണേ കേട്ടോ, ക്ലോസപ്പ് ചെയ്യണം കേട്ടോ, ഇങ്ങനെ കാണാം. ഇതൊരു നല്ലൊരു വ്യൂവാണിത്. അതായത് ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനം നടക്കുകയും ചെയ്യണം. ഒക്കെ എനിക്കത് രസകരമായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. അതിന് ചുറ്റും വീടുണ്ട് കേട്ടോ. ആ വീടിൻ്റെ ഹൈറ്റ് കണ്ടോ, നോക്കിക്കോളൂ നിങ്ങൾ. അതിൻ്റെ ഹൈറ്റ് നോക്കിയേ. ഉണ്ടോ ഈ വീടിൻ്റെ ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ഇതിൻ്റെ വ്യാപ്തി അറിയണമെങ്കിൽ കണ്ടോ. അതിനതൊരു രസകരമായ വ്യൂവാണ് കേട്ടോ. ഞാൻ അതിൻ്റെ എൻഡിൽ നിൽക്കുകയാണ്. ഇനി കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ കോവളം ബീച്ചാണ്. അതിനെ രസമുള്ളൂ. ഇതിലേ പോകുമ്പോൾ നിങ്ങൾക്ക് വെറുതെ വണ്ടി നിർത്തി നോക്കണമെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞവർക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിലോ അയർലാൻഡിലോ ഒക്കെ പോയിട്ട് അവിടുത്തെ ഇത് കണ്ടിട്ട് അപ്പോൾ അവിടെ ഉള്ളവർക്ക് അതൊരു വലിയ കാഴ്ചയൊന്നുമല്ലല്ലോ. പുറത്തുനിന്ന് പറഞ്ഞവർക്ക് ഇതൊരു രസകരമായ കാഴ്ചയാണ്. നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി നേരെ പോയി കണ്ട മൗണ്ടൻ റൗണ്ട് ചെയ്തിട്ട് ഒരു ലവ് ആംഗിളിലാണ് ഇരിക്കുന്നത്, ഒരു ഹാർട്ടിൻ്റെ ആകൃതിയിൽ. ഈ ഹാർട്ടിൻ്റെ ആകൃതിയിൽ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കോർപ്പറേഷൻ ഇത് ടൂറിസം ഹബ്ബായിട്ട് മാറ്റാം. ഇതൊരു വലിയ സ്വിമ്മിംഗ് പൂളാക്കിയിട്ട് ഇതിനകത്ത് വേണ്ട വമ്പ സെറ്റപ്പ് എല്ലാം കൊടുത്ത് ആഴം കുറച്ചിട്ട് ഇത് വലിയൊരു സ്വിമ്മിംഗ് ഹബ്ബാക്കി മാറ്റി കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക ടെക്നിക്കൽ വ്യവസായം
ചെറിയ റിസോർട്ട് പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ഒരു 30,000 മുതൽ 1,00,000 രൂപ വരെ വാടക വാങ്ങുന്ന സ്ഥലമാക്കി ഇതിനെ മാറ്റാം. കാരണം ബീച്ചിൻ്റെ തൊട്ടടുത്തല്ലേ. പക്ഷെ അതിപ്പോൾ എന്തോ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ഇതിൻ്റെ ആയിരിക്കാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞുള്ളൂ. കണ്ടല്ലോ പ്രേക്ഷകരെ. അപ്പോൾ ഇതാ കോവളത്തിൻ്റെ അവിടെ നടക്കുകയാണ് ഞാൻ. അടുത്തുള്ള കുഞ്ഞു കടകളൊക്കെയാണ് കേട്ടോ. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രിവാൻഡ്രത്തിൻ്റെ കാഴ്ചകൾ, ജില്ലയുടെ കാഴ്ചകൾ കാണാൻ നൊബക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നൊബക് പ്രപഞ്ച ചാനൽ കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ട്രിവാൻഡ്രത്തുനിന്ന് നൊബക് സോളോ സൈനിങ് ഓഫ്.